ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡറാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പോൾ നല്ല ടയർ കേക്കിൽ വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമ്മൾ 2 ട്രേയിലായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്തിട്ട്, അതായത് ഒരു കേക്കിൽ നിന്ന് 4 ലെയർ വരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കേക്ക് ഇതുപോലെ തന്നെ 4 ലെയറായിട്ട് കട്ട് ചെയ്യാണ്. ഇതുപോലെയാണ് കേട്ടോ, നമ്മൾ ഈ ഒരു നൈഫ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് ഇതുപോലെ 4 ലെയേഴ്സും കൂടി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ആ കേക്ക് 8 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇത് കേക്ക് ബോർഡിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനെ ഐസിങ് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് ക്രീം കേക്കാണ് കേട്ടോ, ക്രീമാണ്, ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് എടുക്കുന്നത്. ഇതുപോലെ ചോക്ലേറ്റ് ഇതിലോട്ട് ആഡ് ചെയ്തെടുത്ത് കണ്ട ഒരു ചോക്ലേറ്റിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെ ക്രീമിന് വരുന്നത്. നമ്മൾ ഷുഗർ സിറപ്പും എടുത്തിട്ടുണ്ട്. നമുക്കിനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ബോർഡിലോട്ട് ചെറിയ ക്രീം അങ്ങനെ ആക്കി കൊടുത്തു. കാരണം ഇത് കേക്ക് ഇളകി പോവാതിരിക്കാനാണ് കേട്ടോ. നമ്മൾ ബേസ് ഒരു അടിത്തറ ഇടുന്നു പറയില്ലേ, അതുപോലെ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ രീതിയിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ കുറച്ച് ക്രീം ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മീതെ ആക്കിയിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് നന്നായിട്ടൊന്ന് അതിനെ ഇതുപോലെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് മ്യൂസിക്കാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലാവാറില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ മീതെ ഇതുപോലെ ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുത്തിട്ട് മീതെ ക്രീം ആക്കി കൊടുക്കുക. ഇതുപോലെ നമ്മൾ 8 ലെയേഴ്സ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ 8 ലെയേഴ്സിനെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെച്ചു. ഇത്ര ഹൈറ്റ് ഇതിന് വരുന്നുണ്ട് കേട്ടോ. ടയർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലെയറും അതുപോലെ തന്നെ ക്രീമൊക്കെ കയറ്റിയാലാണ് കുറച്ചെങ്കിലും ഹൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഹൈറ്റിലാണ് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ക്രം കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ഈ ഒരു ക്രീമിനെ ആക്കി കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഫുള്ള് ചുറ്റുമായിട്ട് അത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനെ നല്ല രീതിയിൽ തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തോട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് പൈപ്പിംഗ് ബാഗ് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ക്രീം ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഫൈനൽ ഫിനിഷിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം ആക്കി കൊടുത്ത് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി. നമ്മളിതേ പാലറ്റ് നൈഫിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കൊന്ന് ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മുകളിൽ വരെ ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടോ, ഇതുപോലെ കേക്കിൻ്റെ ക്രീം ആക്കി കൊടുത്തതിന് ശേഷം പാലറ്റ് നൈഫ് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്കിനി കേക്കിൻ്റെ ഫൈനൽ ഫിനിഷിങ് ലെവലിലോട്ട് കിടക്കാം. അതായത് കേക്ക് ഫുൾ സെറ്റാക്കിയതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മീതെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതൊരു ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഗണാഷ് ഇതിൽ മെയിൻ ഘടകമാണ്. അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സുകളൊക്കെ നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻ ഇട്ടിട്ട് വെക്കണം. അപ്പോൾ നമുക്കതും കൂടി നോക്കാം. നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റുകളാണ് ഡയറി മിൽക്ക്, അതുപോലെ മഞ്ച്, കിറ്റ്കാറ്റ്, അതുപോലെ ഓറിയോ ബിസ്ക്കറ്റ്, അതുപോലെ ഒരു ചോക്ലേറ്റ് സിഗരറ്റ് റോള്. ഇത്രയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി ഡെക്കറേഷൻ നോക്കാം. അങ്ങനെ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണേ. ഇതുപോലെ 2 ഓറിയോ ബിസ്ക്കറ്റ് നടുക്കായിട്ട് നമുക്കൊരു റെഫറൻസ് പിക്ചർ അവർ തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യണത്. ഇതുപോലെ ഓറിയോ ബിസ്ക്കറ്റ് നടുക്ക് ഇതുപോലെ മഞ്ച് വെച്ച് കൊടുത്തു. നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാവേ. അതുപോലെയാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞത്. ഇനി നമുക്കിതൊരു പേരും കൂടി അവരുടെ നെയിമും കൂടി റൈറ്റ് ചെയ്യണം. ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ കേക്ക് ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.